സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ഇന്നു മുതൽ ആരംഭിക്കാൻ നിയോഗമുള്ളതായ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു വെച്ചു. നമ്മൾ ആ വിഷയത്തിലേക്കാണെന്ന് കടക്കുന്നത്. അതിൽ കയറുന്നതിന് മുമ്പായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് ജൂബിൾ എന്നു പേരായ സഹോദരനും തൻ്റെ കുടുംബവും. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ജൂബിളിനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പക്കൽ അവരെ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ വേലയോട് അവർ കാണിക്കുന്ന സ്നേഹം, അതിനുള്ള പങ്കാളിത്തം കർത്താവ് ആദരിക്കുന്നതാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യമായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാറ്റിൻ്റെ മേലും തൃക്കണ്ണ് പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിനു വേണ്ടി അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വീകരിച്ചാലും കൈക്കൊണ്ടാലും മഹത്വം അങ്ങേക്ക് നൽകുന്നു. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ഇന്നത്തെ മുതലുള്ള ചിന്തയ്ക്ക് വായിക്കുന്ന കുറിവാക്യം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ബൈബിൾ വിശ്വാസികളായ ആൾക്കാരിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന പല വീക്ഷണഗതികളുമുണ്ട്. അതെന്തുവാകട്ടെ, സമ്പൂർണ്ണ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന ഈ പുസ്തകത്തെ നന്നായി പഠിച്ചിട്ടുള്ള വേദപണ്ഡിതാക്കൾ ഇതിന് ഓമന പേരിട്ടിരിക്കുന്നത് പ്രവചന പുസ്തകങ്ങളിലെ വെളിപ്പാട്, അത് പ്രവചനത്തിന് താക്കോൽ എന്നാണ്. അങ്ങനെയുള്ള ഒരാധികാരിക പുസ്തകം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സൂക്ഷിച്ച് പഠിച്ചാൽ അതിന് പുറകിലുള്ള 65 പുസ്തകങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കാം. കൂടാതെ ഇത്രയും അടുക്കും ചിട്ടയുമായി ഒരു പഠിതാവിന് മനസ്സിലാകത്തക്ക വിധത്തിൽ വളരെ ക്രമമായി പറഞ്ഞ മറ്റൊരു പുസ്തകമില്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എന്ത്, എങ്ങനെ എന്ന് സവിസ്തരം എന്ന പോലെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണിത്. ഇത് പ്രവചന പുസ്തകമാകുന്നു എന്ന് യേശു തന്നെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്, 20-ാം അധ്യായം 19-ാം വാക്യത്തിലുമുണ്ട്. അതൊന്നും ഇവിടെ വായിക്കുന്നില്ല. എന്നാൽ വായിച്ചു വെച്ച ഭാഗം കുറിവാക്യമായിട്ട് നമുക്ക് തുടരാം. അങ്ങനെ തുടരുമ്പോൾ ഈ പുസ്തകത്തിലെ 5 കാലഘട്ടങ്ങൾ പറയുന്നത് ഓർത്തിരിക്കാം, കൃത്യമായി ഓർത്തിരിക്കാം.
ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ടി വിയിൽ നിന്ന് പിടിച്ചെടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ എഴുതി വെക്കാം. അതുമല്ലെങ്കിൽ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾ എൻ്റെ പേരടിച്ച് കയറിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വീണ്ടും മുഴുവൻ സന്ദേശവും കേൾക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിധ്വനിയായി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വാല്യോടും ദൈവത്തിൻ്റെ വചനത്തോടുമുള്ള അതിയായ സ്നേഹവും ഉത്തരവാദിത്വവും നിവർത്തിക്കാനുള്ളതുണ്ട്. ആണെന്ന് ഓർക്കട്ടെ, ഓർക്കാൻ സംഗതിയാകട്ടെ. ശരി, ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം സഭായുഗമാണ്. രണ്ടാമത്തെ ഭാഗം മഹാപീഡന യുഗമാണ്. മൂന്നാമത്തെ ഭാഗം സഹസ്രാബ്ദ യുഗമാണ്. നാലാമത്തത് വെള്ളസിംഹാസനത്തിന് മുമ്പുള്ള അന്ത്യന്യായവിധിയാണ്. അഞ്ചാമത്തത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇത്ര ചിട്ടയായിട്ട് ഇത് ക്രമപ്പെടുത്തിയിരിക്കുമ്പോൾ ഒന്നാം വാക്യം ഞാനൊന്ന് പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തുടക്കം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഈ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, ഓർക്കുക, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പം വേഗത്തിൽ സംഭവിപ്പാനുള്ള കാര്യം ദൈവം യേശുവിന് കൊടുത്തു. യേശു തൻ്റെ ദൂതൻ്റെ കയ്യിൽ കൊടുത്തു. ദൂതനത് യോഹന്നാൻ്റെ കയ്യിലെത്തിച്ചു. യോഹന്നാൻ സഭയ്ക്ക് മുമ്പിലെത്തിച്ചു. കണ്ടോ ആ 5 കൈവഴികൾ? അങ്ങനെയുള്ള ഈ പുസ്തകത്തെയും സന്ദേശത്തെയും മാറ്റിവെക്കാമോ? അറിയേണ്ടത്, അറിഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കേണ്ടത് ആയിരിക്കെ നമുക്ക് പറഞ്ഞു വന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് മുഴു ബൈബിളിലെ 65 പുസ്തകങ്ങളിലും ചിട്ടയായിട്ട് ഇതുപോലെ ക്രമമായി കാണാൻ കഴിയുന്നില്ല. എന്നാൽ സഭായുഗം, മഹാപീഡന യുഗം, സഹസ്രാബ്ദ യുഗം, അന്ത്യന്യായവിധി, പുതിയ ആകാശം പുതിയ ഭൂമി എന്നീ കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയപ്പോൾ എനിക്കൊരു പങ്കാളിത്തം, എനിക്കൊന്ന് അറിയണ്ടേ ഇതെന്തൊക്കെയാണെന്ന്? നിങ്ങൾക്കത് അറിയണ്ടേ? ഞാൻ നിങ്ങളെ ഇപ്പോൾ വികാരം കൊള്ളിക്കാൻ, ആവേശം കൊള്ളിക്കാൻ, നിങ്ങളെ സ്വപ്നം കാണിക്കുന്ന പോലെ ഇക്കിളിപ്പെടുത്തി ഒന്നും പറയാതെ ഞാൻ പറയാൻ വരുന്നത്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കണം. യെശയ്യാപ്രവചനം 61:1, 2 ഒന്ന് വായിച്ച്. യെശയ്യാപ്രവചനം 61:1, 2. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അടുത്തത് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. ശ്രദ്ധിക്കണേ. അടുത്തത് തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പ്രസിദ്ധമാക്കുവാൻ യേശുവിനെ ദൈവം അയക്കും എന്ന് യെശയ്യാപ്രവാചകൻ എന്ന ദൈവമനുഷ്യൻ്റെ കൂടെ യേശു ഭൂമിയിൽ കന്നിയിൽ കൂടെ വരുന്നതിന് മുമ്പ് 700 വർഷത്തിന് മുമ്പ്
വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇത് വെളിപ്പെടുത്തും എങ്കിൽ, അല്ലെങ്കിൽ ലോകത്തോട് അറിയിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്നല്ലോ എനിക്ക് വരേണ്ടത്. എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ പുറകിൽ നിന്നല്ലോ വരേണ്ടത്. തുടക്കം യേശുവിലായിരിക്കണ്ടേ? യേശു പറഞ്ഞ വഴിക്ക് തന്നെ തുടരണ്ടേ? യേശു ഈ വിഷയം എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു അവിടെ കൊണ്ട് നിർത്തണ്ടേ? അതല്ലോ ഇതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ സ്വന്തമായി വ്യാഖ്യാനം കണ്ടെത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. സഭായുഗം അഥവാ കൃപായുഗം അഥവാ രക്ഷായുഗം. രണ്ടാമത്തത് മഹാപീഡന കാലം അഥവാ യുഗം. മൂന്നാമത്തത് അന്ത്യന്യായവിധിയുടെ കാലം അഥവാ അതൊരു ചെറിയ യുഗം. അടുത്ത നാലാമത്തതാണ് സഹസ്രാബ്ദ യുഗം. അടുത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പഴയ നിയമ പുസ്തകമായിരിക്കുന്ന 39-ാമത്തെ പുസ്തകമായ മലാഖി പ്രവചനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭയങ്കര ദൈവിക ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു തീർക്കുന്നു. പുതിയ നിയമമാകുന്ന 27 പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും നിറവായ മികവായ ഒരു പ്രത്യാശയിലേക്ക് കൊണ്ട് നിർത്തുന്നു. ഇങ്ങനെയൊക്കെ വളരെ കരുതലോടെ സൂക്ഷ്മമായി കൃത്യമായി പദ്യമായി വ്യക്തമായി നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ഓർക്കണം ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. മതം അല്ല, ഇതൊരു മാർഗം ആണ്. ഇത് ഭൂസീമവാസികൾക്കുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം, സകല ഭൂവാസികളുമായുള്ളവരേ വന്നു കേൾപ്പി, വന്നു കേൾപ്പി, മറക്കല്ലേ, കേൾക്കണം, കേൾക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യത്തിൽ യേശുക്രിസ്തു സഭ എടുക്കുന്നതിന് മുമ്പ് മഹാപീഡനം വരും. അപ്പോൾ മഹാപീഡനത്തിൽ കൂടെ സഭ കടന്നു പോകും എന്ന് ഒരു ചിന്താക്കുഴപ്പം ദൈവസഭയ്ക്കകത്ത് ബൈബിളിനെ പൂർണ്ണമായി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായി ഞാനിത് കേട്ടു തുടങ്ങിയിട്ട്. ഞാൻ അന്ന് ഒരു പഠിക്കാനും തുടങ്ങി. 25 വർഷം പിറകിൽ കൃത്യമായി പഠിക്കാൻ ആരംഭിച്ച തുടക്കം പ്രാർത്ഥനയോടെ. രണ്ടാമത്തെ കാര്യം, ലോകത്തിൻ്റെ ഭാവി, മനുഷ്യൻ്റെ ഭാവി, പ്രപഞ്ചത്തിൻ്റെ ഭാവി യേശു പ്രസിദ്ധമാക്കും. എത്ര സൗകര്യകരമായ കാര്യങ്ങൾ കൃത്യമായി. സ്തോത്രം. എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ ചിലപ്പോൾ ചോദിക്കും, എന്താടാ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് പെട്ടെന്ന് ചോദ്യം പിടികിട്ടൂല. പിടികിട്ടാതിരിക്കാനോ ഞാൻ അങ്ങനെ ചോദിച്ചത്. എടാ, വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി എന്നാണ് അർത്ഥം. പഠിക്കുന്ന കുട്ടി. നീ എന്തിനാ സ്കൂളിൽ പോകുന്നത്? പഠിക്കാനല്ലേ പോകണ്ട? അപ്പം നിൻ്റെ ദൗത്യം എന്താ? നിൻ്റെ ഉത്തരവാദിത്വം എന്താ? നിൻ്റെ ഈ പ്രായത്തിലുള്ള നിൻ്റെ ചുമതല എന്താ? പഠിക്കാനല്ലേ നിന്നെ സ്കൂളിൽ വിട്ടത്. പഠിച്ചേ തീരൂ. ഇല്ലെങ്കിൽ എല്ലാവരുടെയും പിറകിൽ നിന്ന് നീ വിഷമിക്കും. ഇപ്പം ഞങ്ങളൊക്കെ വിഷമിക്കുന്ന പോലെ. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ പഠിക്കാനും പഠിപ്പിക്കാനൊന്നും ആർക്കും സാധ്യത ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഞങ്ങളുടെ കാലത്തെ പഠിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ അധ്യാപകൻ SSLC പാസ്സായാൽ മതിയായിരുന്നു. അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആകുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നു. ആ കുടുംബചരിത്രം പറയാനല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത്.
ഞാൻ പറഞ്ഞത് ആത്മീയ കാര്യവും ദൈവിക കാര്യവും മരണത്തിനപ്പുറമുള്ള കാര്യവും നാം പഠിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ ഭാഗമായി അവൻ സ്നേഹിച്ചത് മണ്ണും മരവുമൊന്നുമല്ല, മറ്റിതര ജീവജാലങ്ങളെ അല്ല. അവൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയാണ് അവൻ സ്നേഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്ന അരുളപ്പാട്, എൻ്റെ ആത്മാവാണ് ഞാൻ അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നത്, അഥവാ ഞാൻ അവർക്ക് ജീവൻ കൊടുത്തിരിക്കുന്നു. അതിമനുഷ്യരെ സൃഷ്ടിച്ചിട്ട് യേശു യഹോവയായ ദൈവൻ്റെ മൂക്കിൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം അങ്ങനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നിരിക്കുന്ന പഠന പുസ്തകമാണ്, വിദ്യാലയമാണ് ബൈബിള്. അത് ഞാൻ ചുവ പഠിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ അല്ലേ? അത് ഞാൻ ഉഴപ്പിയ വിദ്യാർത്ഥിയല്ലേ? കട്ടടിച്ച് നടക്കുന്നവനല്ലേ? കട്ടടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ കളവെന്നല്ല അർത്ഥം. പിരീഡൊക്കെ മാറി കട്ടടിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ വിഷയം അതല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ തോന്നിയതുപോലെ നടക്കാനുള്ളതല്ലല്ലോ ഈ കുഞ്ഞായുസ്. 70 ഏറെ ആയാൽ 80 മാത്രം. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. അതിൻ്റെ പ്രധാന പ്രയാസവും ദുഃഖവും അത്രേ എന്നൊക്കെ എഴുതി മുന്നറിയിപ്പ് തന്നിരിക്കുമ്പോൾ പഠിക്കണ്ടേ ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. ഓർക്കുക, സഭ മഹാപീഠനത്തിൽ കൂടെ പോകുമെന്ന് പറയുന്നവരും സഭയ്ക്ക് ശേഷമാണ് മഹാപീഠനമെന്ന് പറയുന്നവരുമായ 2 വാദഗതികൾ നമ്മുടെ മുമ്പിൽ മതിൽ പോലെ നിൽക്കുമ്പോൾ ശരി കണ്ടെത്താൻ ഉത്സാഹിക്കുന്ന ഒരാൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ അത് പറയണ്ടേ? അത് പറയാതിരിക്കുന്നത് ധാർമ്മികമായൊരു അധപ്പതനമല്ലേ? അത് പറയുന്നത് ദൈവമുമ്പാകെ ഒരു വിശ്വസ്തതയല്ലേ? അത് പറയുന്നത് ലോകത്തിന്, കേൾവിക്കാർക്ക് ഒരു നന്മയല്ലേ, അനുഗ്രഹമല്ലേ? അതുകൊണ്ടാണ് പറയാൻ വരുന്നത്. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. വെളിപ്പാട് 18-ന്റെ 7-8 വാക്യങ്ങൾ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പി. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. ബാധകൾ വരും. അവിടെ അവൾ അങ്ങനെയാണെന്ന് ആരും വന്ന് ദൈവത്തോട് പറഞ്ഞില്ല. സ്തോത്രം. അവളെന്ന് പറഞ്ഞതൊരു പെണ്ണല്ല. പിന്നെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ വാക്കിൻ്റെ അർത്ഥം പെണ്ണെന്നാണ്. പക്ഷേ അവിടെ പറഞ്ഞ അവൾ ആ വലിയൊരു പട്ടണമാണ്. അതിപ്പോൾ ചിന്തിക്കുന്നില്ല, അത് പിന്നെ പറയാം. അവിടെ ഹൃദയത്തിൻ്റെ നിരൂപണം കർത്താവ് ഒപ്പിയെടുത്തിട്ട് അതവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വായിച്ച വാക്യത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എങ്ങനെ എഴുതി വെച്ചത്? അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പി. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു. അവൾ പറയുകയാണ്, അവളുടെ മനസ്സിൽ തോന്നുകയാണ്, ഞാനൊരു രാജ്ഞിയാണ്, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഹൃദയം കൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? എന്നെ കേൾക്കുന്നവർ ഓർത്തോണം, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം, വിചാരിക്കുന്നതെല്ലാം, കണക്കുകൂട്ടുന്നതെല്ലാം അപ്പോഴപ്പോൾ കൃത്യം കണ്ടുപിടിക്കുന്ന ഒരു സ്കാനിങ് സംവിധാനം തമ്പുരാൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൾക്ക് കൊടുത്തതാണ് പിന്നെ വായിച്ച 9-ാം വാക്യത്തിലെ കാര്യം. കൊടുത്ത കാര്യം അവിടെ
8-ാം വാക്യത്തിലെ കാര്യമാണത്. നോക്കുമ്പോൾ എന്താ വായിക്കുന്നത് 8-ാം വാക്യത്തിൽ? അത് നിമിത്തം എന്ന് പറഞ്ഞാൽ ഇവളുടെ സ്വയത്തിലെ ആ അഹങ്കാരം അല്ലെങ്കിൽ നിഗളം, ഗർവ്, ആ വിധത്തിലുള്ള ഉന്നത ഭാവം, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. ഇങ്ങനെയുള്ള കഠിനമായ കാര്യങ്ങളെല്ലാം ഒരു ദിവസം തന്നെ വരും. അത് ഓരോന്ന് വിശദീകരിക്കാൻ ഞാൻ മുതിർന്നാൽ എൻ്റെ വിഷയത്തിൽ നിന്ന് എനിക്ക് സ്ലിപ്പായി പോകും. ആ വിഷയം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കട്ടെ, പറഞ്ഞു വന്ന കാര്യം, ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും വിചാരങ്ങളും നിരൂപണങ്ങളും വിവേചിക്കുന്ന ദൈവം, എല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന്, അറിയുന്നൊരു ദൈവമുണ്ടെന്ന്, രേഖപ്പെടുത്തുന്നൊരു ദൈവമുണ്ടെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അല്ല എങ്കിൽ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും. നമുക്ക് ആ ഭാഗം വിടാം. ഇതെല്ലാം ഇങ്ങനെ അറിയിച്ചിട്ടും പറഞ്ഞിട്ടും അംഗീകരിക്കാത്തവരോ സ്വീകരിക്കാത്തവരോ കൈക്കൊള്ളാത്തവരോ വിശ്വസിക്കാത്തവരോ ആയ ആൾക്കാർ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞ ഒരു സംഭവം ഹാജരാക്കിക്കൊണ്ട് ഞാനും അവസാനിപ്പിക്കാം. അതിൻ്റെ എല്ലാം യേശു അവസാനം കൊണ്ടുവന്ന് നിർത്തിയ ഒരു ഭാഗം ലൂക്കോസ് അത് എഴുതുമ്പോൾ 17-ാം അധ്യായത്തിൽ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, 26 മുതൽ 30 വരെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അയ്യോ, അതിച്ചിരി ഓവറായിപ്പോയി. യേശു വെളിപ്പെടുന്ന നാളിൽ അങ്ങനെ തന്നെയാകും. ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സഭയുടെ കാലത്ത് നടക്കണം എന്നാണോ ശഠിക്കുന്നത്? എന്നാൽ ഞാൻ അങ്ങനെയുള്ളവരോട് വചനത്തിൻ്റെ അതിരിനകത്ത് നിന്നുകൊണ്ട് പറയുന്നു, സാധ്യമല്ല. ദൈവം അത് അനുവദിക്കത്തില്ല. പിന്നാലെയുള്ള എപ്പിസോഡുകൾക്ക് ബാക്കി അറിയാൻ. തിരുവെഴുത്തിൻ്റെ നീതിയും ന്യായവും സത്യവും നിയമവും വ്യവസ്ഥയും ഗ്യാരണ്ടിയും, യേശു നൽകിയ ഗ്യാരണ്ടി ഇങ്ങനെയാണെന്ന് ബോധ്യം വന്നതിന് കൊണ്ടാണ് 25 വർഷം മുതലുള്ള പഠനത്തിൽ ഇത് ഈ രീതിയിൽ പൊതുവിൽ കൊണ്ടുവരാനുള്ള ഒരു നിയോഗം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം. തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം മോശമായിരുന്നു. രണ്ടും. തുടക്കത്തിൽ അവരെല്ലാം നല്ല കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അരുതാത്ത കാര്യത്തിൽ കൂടെ പോയപ്പോൾ ജലപ്രളയത്താൽ ലോകത്തെ മുടിച്ചു കളഞ്ഞ കാര്യമാണ് നോഹയുടെ കാലം. 120 വർഷത്തോളം കാലം ഇങ്ങനെ ഒരു ജലപ്രളയം വരും, നാം എല്ലാവരും മുടിഞ്ഞു പോകും, അതുകൊണ്ട് രക്ഷപ്പെടാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു പെട്ടകമാണ്. ആ പെട്ടകത്തിൽ ഞാനും എൻ്റെ കുടുംബവും കയറും, നിങ്ങൾക്കും കയറാം എന്ന് പറഞ്ഞുകൊണ്ട് നോഹ പ്രസംഗിച്ചു എന്നാണ് കേൾവിയുള്ളത്. പക്ഷേ ആരും വിശ്വസിച്ചില്ല, ആരും കൂട്ടാക്കിയില്ല. അങ്ങനെ ജലപ്രളയം വന്നു. അടിയിൽ നിന്ന് വെള്ളം, മുകളിൽ നിന്നും വെള്ളം. അടിയിൽ നിന്ന് വെള്ളമെന്ന് പറഞ്ഞാൽ ഉറവ, മുകളിൽ നിന്ന് വെള്ളമെന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുന്നവനെ അന്വേഷിപ്പീൻ, അവൻ്റെ നാമം യഹോവ എന്നാകുന്നു. അപ്പോൾ സമുദ്രത്തിലെ വെള്ളം നീരാവിയായി പൊങ്ങി അത് മഴയായി മേഘമായി മഴയായി താഴോട്ട് പതിക്കുന്ന മുകളിലത്തെ വെള്ളം.
ഭൂമിയിൽ വിരിച്ചിരിക്കുന്ന വെള്ളത്തിന്മേലാണ്. ദൈവം കൽപ്പിച്ചപ്പോൾ ആ ഉറവ തുറന്ന് അടിയിൽ നിന്ന് വന്ന വെള്ളം, ഈ രണ്ട് വെള്ളം കൂടെ കൂടി വളരെ പെട്ടെന്ന് എല്ലാം മുടിച്ചു കളഞ്ഞു. ഇതാ നോഹയുടെ കാലം. ലോത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ലോത്ത് സോദോമിൽ പാർക്കുകയായിരുന്നു. സോദോമിൽ പാർക്കുന്ന ലോത്ത് പാർത്തു വരുമ്പോൾ സോദോംകാരുടെ പാപം ദൈവമുമ്പാകെ അതികഠിനമായിരുന്നു. അതികഠിനമായ പാപത്തിൽ വീണ് കിടക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ലോത്ത് മാറി നിൽക്കാൻ താല്പര്യപ്പെട്ടു. ആ പാപത്തിൽ നിന്ന് അവർ മനം തിരിയുന്നില്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുമെന്ന് ദൈവം അവരെ അറിയിപ്പും കൊടുത്തു. മുന്നറിയിപ്പ് കൊടുക്കാതെ ഒന്നും ദൈവം ചെയ്യുന്നില്ല. ദൈവത്തിന് തെറ്റിൻ്റെയും പാപത്തിൻ്റെയും നേരെ ദയയില്ല. അതിനൊരു സമയം കൊടുക്കും അവർക്ക് യഥാസ്ഥാനപ്പെടാൻ. അംഗീകരിച്ചില്ലെങ്കിൽ അവരാ ശിക്ഷണത്തിൽ പെടുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞത് ലോത്തിൻ്റെ കാലം ലോത്തും കുടുംബവും ആ സോദോം എന്ന പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, ദൈവം പറഞ്ഞിടത്തേക്ക് പോയി. അവിടെ ഇവരെത്തുമ്പോഴേക്കും ദൈവം ആകാശത്ത് നിന്ന് തീയും ഗന്ധവും അയച്ച് ഈ പട്ടണം ചുട്ടുകളഞ്ഞു. അതിന് വിശദീകരണം ഓർമ്മയുണ്ടായാൽ പിന്നെ പറയാം. ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും കൂട്ടാക്കാത്ത ജനത്തെ മുടിച്ചു കളഞ്ഞു. ആ രണ്ട് വാക്യത്തിലും വായിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കും വായിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് 17:26 മുതൽ 30 വരെ. ആ 4 വാക്യത്തിൽ അതുണ്ട്. ആ വിധത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിൽ, ഗതികേടിൽ രക്ഷപ്പെടാൻ അശേഷം പഴുതില്ലാത്തതുപോലെയുള്ള ഒരു സംഭവ വികാസത്തിലേക്ക് ചെന്ന് ചേരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ ഒരവസരമായി ഈ സന്ദേശം തീരട്ടെ. ഈ സന്ദേശം അതിനുവേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വീണ്ടും വിചാരം ഉണ്ടാകട്ടെ, ഒരു എത്തിനോട്ടം ഉണ്ടാകട്ടെ. സൃഷ്ടിച്ച സൃഷ്ടാവിലേക്കുള്ളൊരു എത്തിനോട്ടം, സത്യമായ ദൈവത്തിലേക്കൊരു എത്തിനോട്ടം, ജീവനുള്ള ദൈവത്തിലേക്കൊരു എത്തിനോട്ടം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടവരായ അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി, സമൂഹമായി ആ വലിയ ദുരന്തത്തിൻ്റെ കഠിന പിടിയിൽ നിന്ന് ഇവരെ വിടുവിക്കുകയും അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി, അങ്ങയുടെ വരവിന് വേണ്ടി, അങ്ങയുടെ തിരികെ പ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരെയും പേരുപേരായി ഒരുക്കണമേ. അതിനുവേണ്ടി അവരോട് ഭാവബോധം നൽകി അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.